ഇന്നത്തെ മാച്ച് സഞ്ജു സെഞ്ചുറി അടിക്കുന്നു. പൊളിക്കും സഞ്ജു. വേറൊന്നുമില്ല, ഫുൾ ഓൺ പവർ. എക്സൈറ്റഡ് ആണ്, ബാക്കി കണ്ടറിയാം. സഞ്ജുവിന്റെ കളി കാണാൻ ഫസ്റ്റ് ടൈമാണ് ഇന്റർനാഷണൽ മാച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത്. സെഞ്ചുറി അടിക്കണം എന്നാണ് ആഗ്രഹം, ബാക്കി എന്താവുന്നുള്ളത് കണ്ടറിഞ്ഞ് കാണണം. അടുത്തതായിട്ട് ഫോം ഔട്ട് ആണ്, പക്ഷെ ഇന്ന് അടിക്കുന്നു തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സഞ്ജുവിനെ തന്നെയാണ്. സഞ്ജു ഫസ്റ്റ് ടൈം നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ കളിക്കുന്ന ഒരു മുഹൂർത്തം നമ്മൾ ഒരുപാട് നാൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ അത് നമ്മളിപ്പം ഇന്ന് കാണാൻ പറ്റുമെന്ന രീതിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇന്ത്യയുടെ ഒരു വലിയൊരു മാച്ച്, ഈ വേൾഡ് കപ്പിന് മുന്നത്തെ ഒരു ലാസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞ ലെവലിൽ എല്ലാം കൊണ്ടും ഇന്നത്തെ മാച്ച് ഒരു വെരി സ്പെഷ്യലാണ്. ഇന്ന് നമ്മൾ മാക്സിമം സ്കോറും മാക്സിമം എൻ്റർടൈൻമെൻറ്റും പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. അത് തന്നെ സാധ്യമാകുമെന്നാണ് വിചാരിക്കുന്നത്. ഓൾറെഡി പരമ്പര നേടിയുകൊണ്ട് ഇന്നത്തെ കളി യഥാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ കളിയാണെങ്കിലും സഞ്ജു സാംസനെ കാണാനാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്. കാരണം എന്താ, പുള്ളിയുടെ ജന്മനാട്ടിൽ ആദ്യമായിട്ടൊരു 2020 പുള്ളി കളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനാണ് കൂടുതലും പ്ലേയേഴ്സ് വന്നത്. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ ടീമിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മാച്ച് പ്രതീക്ഷിക്കാം, ഒരു കിടുക്കാച്ചി മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് നല്ലൊരു വിരുന്നായിരിക്കും ഇന്ന് ഇന്ത്യൻ ടീം നമുക്ക് വേണ്ടി കാഴ്ചവെക്കുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. സഞ്ജുവിന്റെ 4 മാച്ച് കണ്ടിട്ട് കഴിഞ്ഞ മാച്ച് തന്നെ നമുക്ക് പറഞ്ഞ് ഗ്രീസ് ചെയ്യുമ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ നിൽക്കുമ്പോൾ തന്നെ. അപ്പോൾ എന്തോ ഒരു തോന്നുന്നു. പക്ഷേ നെറ്റിലൊക്കെ നല്ല പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നല്ല പെർഫോമൻസ് കാണിക്കുന്നതെന്നാണ് മോണി വർക്കിലായാലും ഗംഭീരായാലും പറയുന്നത്. പിന്നെ ഇത് വേൾഡ് കപ്പ് സ്കോഡും കൂടി ഇല്ലേ, അപ്പം അതിൻ്റെ കൂടെ ഇത് നമുക്ക് കാണാൻ പറ്റും. വേൾഡ് കപ്പ് ടീമിൻ്റെ കളിയും കൂടെ കാണാം. അപ്പോൾ എല്ലാവരും നല്ല പെർഫോമൻസ് കഴിക്കും. പരമ്പര ഓൾറെഡി നേടിയാലും പെർഫോമൻസ് നല്ല രീതിയിൽ കാണിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജു ഇന്ന് പെർഫോം ചെയ്യണമെന്നാണ് ഒരു കേരളീയ എന്നുള്ള രീതിയിൽ എനിക്ക് ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ. സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കുന്നതാണ് പൂർണ്ണ വിശ്വാസം. അതുമാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരും ഒരു ആഗ്രഹമാണ് സഞ്ജു ഇന്ന് സെഞ്ചുറി അടിച്ചിരിക്കും. അതാണ് പ്രതീക്ഷയോടെയാണ് ഞങ്ങളെല്ലാവരും വന്നിട്ടുള്ളത്. ഞങ്ങൾ സഞ്ജുവിൻ്റെ കളി കാണാൻ തന്നെയാണ്. സഞ്ജുവിൻ്റെ മാത്രം കളി കാണാൻ ഞാൻ പാലക്കാട്ടിൽ നിന്നാണ്. പ്രതീക്ഷയുണ്ട് സഞ്ജു എന്നാലും ഇന്ന് തകർക്കും. ബാക്കി എല്ലാവരും അത്യാവശ്യം സൂര്യകുമാർ ആണെങ്കിലും അഭിഷേക് ശർമ്മ ആണെങ്കിലും എല്ലാവരും നല്ല ഫോമിലാണ്, നന്നായിട്ട് പെർഫോം ചെയ്യും. ഓക്കെ, നല്ലൊരു എക്സ്പെക്റ്റേഷനാണ്. 5ാമത്തെ കളി നമുക്കിവിടെ ഇന്ന് ട്രോഫി കൊടുക്കുന്നത് കാണാൻ പറ്റും. ഒരു നല്ല സ്കോർ പ്രതീക്ഷിക്കുന്നു. 230-240 ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ഫസ്റ്റ് ബാറ്റിംഗ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ആഗ്രഹം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കഴിഞ്ഞ 2020 ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു കളി നടന്നിട്ടുണ്ട്. 119 എന്തോ ഓൾ ഔട്ടായി, അത് അത്ര നന്നായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ഇറങ്ങി ഒരു 240 ഒക്കെ എടുത്ത് ചേസിങ് ആണെങ്കിൽ അവർ കുറച്ചുകൂടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സഞ്ജുവിൻ്റെ ഒരു 50 എക്സ്പെക്ട് ചെയ്യുന്നു. സഞ്ജു സാംസനെ തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് വന്നത്. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ കളി സെഞ്ചുറി അടിക്കുമെന്നുള്ള വിശ്വാസവും അത് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. എന്താണെങ്കിലും സെഞ്ചുറി അടിക്കുന്നു. നമ്മൾ അതാണ് ഇത്രയും ദൂരത്തുനിന്ന് വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ്. ടിക്കറ്റ് ഓൺലൈൻ വഴിയായിട്ടാണ് എടുത്തത്. ആ ഫസ്റ്റ് ടൈം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള പ്രകടനം എന്താണ് ഒരു പ്രതീക്ഷ? നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഇപ്പം 4 മാച്ചും ഓൾറെഡി വിന്നായല്ലോ അവർ. 3 മാച്ച് സോറി. ഇപ്പം ഇന്നത്തെ മാച്ചും കൂടി വിന്നാവും, അത് 100% ഉറപ്പാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അതെ, താങ്ക് യു. ഇന്നത്തെ കളി പോലെ ഇരിക്കും. കാരണം ഇന്നത്തെ കളി സെഞ്ചുറി അടിച്ചാൽ ഉറപ്പായിട്ടും സഞ്ജുവിന് വേൾഡ് കപ്പിലോട്ടുള്ള ഇത് വഴി തുറക്കും എന്നുള്ള വിശ്വാസമാണ്. ഋഷഭ് ക്രിക്കറ്റ് ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണോ? ആണോ? സഞ്ജു ഒരു 15 അടിക്കും. ലാസ്റ്റ് ഇവിടെ കേരള പ്രീമിയർ ലീഗ് നടന്നപ്പോൾ അത്യാവശ്യം നന്നായിട്ട് റൺ സ്കോർ ചെയ്തതാണ്. എന്തായാലും അടിക്കട്ടെ. സഞ്ജു അല്ലാതെ ഇന്ത്യൻ ടീമിനെ കുറിച്ച് വേറെ എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആയിരുന്നു? ധോണി തല കഴിഞ്ഞിട്ടേ ബാക്കിയല്ല വാലുകളല്ലോ. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെയൊക്കെ സഞ്ജു കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ മത്സരം ജയിക്കും, ഉഷാറായിട്ട് ജയിക്കും. അപ്പോൾ ഇപ്പോഴേ കാത്തിരിക്കുകയാണ്? നേരത്തെ വന്നതാണ്. ഏത് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഗാലറിയിലാണോ? ഗാലറിയിലാണ്. കഴിഞ്ഞ മത്സരമൊക്കെ വന്നിട്ടുണ്ടോ മുമ്പ്? എങ്ങനെയാണ് ഇന്നത്തെ കളിയെ കുറിച്ച് ഒരു അഭിപ്രായം പറയാം? ഇന്ത്യ ജയിക്കുന്നതാണ് വിശ്വാസം. ഫോമിൽ ഇറങ്ങും, ജയിക്കുന്നതാണ് വിശ്വാസം. കഴിഞ്ഞ മത്സരം ഒന്നും പക്ഷേ സഞ്ജു ഫോം അല്ലായിരുന്നു. ഇന്നത്തെ ഇന്ത്യ തലസ്ഥാനത്തായോണ്ട് ജയിക്കുമെന്നാണ് വിശ്വാസം. ആദ്യത്തെ മത്സരം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഞ്ജു വിജയിക്കണം എന്റെ വിശ്വാസം. ഇന്ത്യൻ ടീമിൽ മാക്സിമം സ്കോർ സഞ്ജു എടുക്കണമെന്ന് താല്പര്യം. We are coming from Delhi. We hope that we will win our Team India.
So everybody has energetic and no doubt we will win or not. Definitely. Who will be getting the highest score in this match? I hope Abhishek and Surya. Yeah. What about Sanju Samson? Sanju Samson actually last 3 match he did not play well, but today we can hope he will play well. Yeah, it's first match in his homeland. Yeah, first match. Yeah. So we can hope that he will play approx 150. No, sorry, uh, uh, 70 score maybe. Okay. Yeah. And what do you expect about the Hardik Pandya and all? Hardik Pandya 3 wicket 50 runs. You're expecting that? Hardik Okay, Pandya. that'll be a wonderful score. Okay. What are you expecting about the match? We are coming from a long distance from Madhya Pradesh, but we are actually working in Thrissur, Manappuram Finance Limited. We are coming for watch the cricket, or we expect our team India score maybe 250 plus, and Sanju Samson maybe 2-3 match not play bad, but in this match maybe he perform better. Which bowler will take more wickets? Which one? Maybe Jasprit Bumrah. Bumrah. Okay, your favorite bowler is Bumrah? Huh. Okay, and how much score the Abhishek Sharma will get? Abhishek Sharma maybe 50 plus score, definitely. And you are expecting a great win in this match? Definitely, no doubt. Okay, thank you. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.